കേശവർദ്ധിനി അറിയുന്നൊരു ചെടിയാണ് ഇത്. ഇത് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കാനേ. ഇപ്പം കുറേ ഉണ്ട്. ഒരു 2 ലിറ്റർ എണ്ണ കാച്ചാൻ സാധനങ്ങളുണ്ട്. കണ്ടോ? വെറും കേശവർദ്ധിനി ഇട്ടിട്ടാണ് ഞാൻ എണ്ണ കാച്ചാൻ പോണത്. അപ്പോൾ ഇതൊന്ന് ചതയ്ക്കണം. ഉരലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ. എണ്ണ കാച്ചണ വിധം കാണിച്ചു തരാം. ഇത് കേശവർദ്ധിനി ചതച്ചതാട്ടോ. ഇതിന്റെ പൂവൊക്കെ ഉണ്ട്. പൂവിടാം. അപ്പം അത് ഒരു ലിറ്ററിക്കൊക്കെ കാച്ചാൻ പറ്റണ ഈ ചതച്ച ഇലകളുണ്ട്. 1 ലിറ്റർ എണ്ണയ്ക്കില്ല. വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചു തിളക്കട്ടെ. എന്നിട്ട് നോക്കട്ടെ. ഇത് ചതച്ചതാണ്. മുടി കൊഴിച്ചിലിനും താരനൊക്കെ തേക്കാൻ പറ്റുന്നത് എണ്ണയാണ് ഇത്. മുടി നല്ലോണം തഴച്ച് വളരും. കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 ചെറിയ ഉള്ളി, അത്ര തന്നെ ഉള്ളു. ഇത് നല്ലോണം പത വറ്റണം. എണ്ണ റെഡിയായി. കേശവർദ്ധിനി എണ്ണയാണ് ഇത് കേട്ടോ. എന്താ നല്ല പച്ചക്കളറായില്ലേ. പിന്നെ ചൂടാറിയിട്ട് അരിച്ച് കുപ്പിയിലാക്കണം. അടുത്ത റെസിപ്പി വേറെ എണ്ണയായിട്ട്. എന്താ മുടി തഴച്ച് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനൊക്കെ ഉള്ള എണ്ണയാണ്. നല്ല ഇളമ്പച്ച. ചൂടാറട്ടെ. 1 ലിറ്റർ എണ്ണയാണിത്. ഇത് കാച്ചി വരുമ്പോ എത്ര ഉണ്ടാവുള്ളൂ. കേശവർദ്ധിനി എണ്ണ റെഡിയായി. ഇളം പച്ച കളറ്. ഇത് മുടി കറുപ്പ് കളർ ആവാനും മുടി നീളം വെക്കാനും കട്ടി കൂടാനും ഒക്കെ ഉപയോഗിക്കരുത്. നേരെ ഉണ്ടാവില്ല. നല്ല കറുപ്പ് കളർ ഉണ്ടാവും മുടിക്ക്.